അപ്പൊ പാർലമെന്റ് സഭ കൂടുകയാണെങ്കിൽ ബോംബിൽ പാർലമെന്റ് സഭ അല്ലാതെ അത് ഇവര് തിരഞ്ഞെടുക്കുന്നത് 50-60 MP-മാരാ ഇന്ത്യൻ ഓയിലിന് ബോംബെയിൽ ഇന്ന മീറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് വരുന്നതാണ് അതിൽ ചെയർമാനെ തിരിഞ്ഞു കൊടുക്കും. അങ്ങനെ കുറെ പറയാണ്ട് കുറെ ഉണ്ട്. സോമനാഥ് ചാറ്റർജി ആയിരുന്നു കുറെ കാലം ഈ മെമ്പർ ഓഫ് പാർലമെന്റിൽ വന്നത്. അയാൾ സ്പീക്കർ അയാൾക്ക് നമ്മളെ ഒരു ഓപ്പൽ വണ്ടിയായിരുന്നു. ചെയർമാനിന് പ്രത്യേക ഒരു വണ്ടി വേറെ കൊടുക്കും, ബാക്കിയുള്ളവർക്ക് ഈക്വൽ വണ്ടി. അവരെല്ലായിട്ട് വല്ല ടച്ചിലായിരുന്നു. ലീഡേഴ്സായിട്ട് അതിങ്ങനെ പോവും, കാണും, പരിചയപ്പെടും. പിന്നെ അയാളെ കൊണ്ട് പല ഹെൽപ്പുകളും കിട്ടിയിട്ടുണ്ടായിരിക്കും, ഇല്ലാണ്ടിരിക്കും. അങ്ങനെ എന്ത് ഹെൽപ്പാണ് അത്. ചില കമ്പനിയിൽ പ്രൈവറ്റ് കമ്പനി ലാസൻ ടൂബ്രോ എന്ന് പറഞ്ഞു LNT എന്ന് പറയും, അവർക്കൊരു 10-40 വണ്ടി നമ്മൾ ഓടിയിരുന്നു. അവര് ഇടക്ക് വെച്ചിട്ട് അവരായില്ല ഒരു തോന്നി ഇവൻ മൈനോറിറ്റി ആണ് എന്നുള്ള എന്തോ ഒരു കാഴ്ച തോന്നി. അവർ ഒരു കൊല്ലം ടെൻഡർ തന്നില്ല. ഒരു പ്രശ്നം. അപ്പൊ അവർക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, നീ മുസ്ലിം എന്ന നിലക്ക എനിക്ക് തരാഞ്ഞത്. ഉടനെ ആ സോമനാഥ് ചാറ്റി വന്നേരം ഒരു വേറെ ആളെ കൊണ്ട് ലെറ്റർ എഴുതിട്ട് ആക്കാൻ കൊടുത്തു. അയാൾ വാങ്ങി ബാഗിലിട്ട് അയാൾ ഡൽഹിയിൽ എത്തിയിട്ട് LNT കമ്പനിക്ക് ചെയർമാൻ അവർക്ക് എല്ലാം CC അയച്ചു കൊടുത്തു. എന്താ ചെയ്ത്? അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് LNT രണ്ടാമതും വിളിച്ചിട്ട് പിന്നെ കോണ്ടാക്ട് തന്നിരുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു ന്യൂനപക്ഷക്കാരനാണ്, എനിക്കിതെല്ലാം ചിലയിടത്തൊന്നും കയറാൻ കഴിയില്ല. എന്നാലും നമ്മളത് ഏതെങ്കിലും വഴിയിലായിട്ട് കയറാൻ നോക്കും. ഇപ്പൊ ന്യൂനപക്ഷക്കാരനാണെന്ന് പറഞ്ഞു, മുസ്ലിം ആയതുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താണ് മുസ്ലിം എന്താന്ന് വെച്ചാല് അത് അവരോട് ചോദിക്കണം. അത് നമുക്കിപ്പം പറയാൻ പറ്റില്ല. മൈനോറിറ്റി എന്ന നിലക്ക് അങ്ങനെ എനിക്ക് പല ദിക്കിലും കുറച്ച് ഇത് വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടെല്ലാം ഞാൻ തരകം ചെയ്തിരുന്നു. തരകം ചെയ്ത് പോലത്തെ ആൾക്കാരെ, സോമനാഥ് ചാറ്റർജിനെ പോലത്തെ കുറെ ആൾക്കാർ ഇങ്ങനെ കുറെ ആൾക്കാരെ പിടിക്കും. അപ്പൊ അവരത് നീക്കം ചെയ്യും. 10 വണ്ടി കൊടുക്കുന്ന 5 വണ്ടി ഓനിക്ക് കൊടുക്ക്, ടെൻഡർ ഒരു പോലത്തേക്ക്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുണ്ട്. നമ്മളൊന്നും കൈക്കൂലൊന്നും കൊടുക്കില്ല. അയ്യോ, അങ്ങനത്തെ പ്രശ്നേ ഇല്ല. നമ്മൾ ലീഗൽ ചാനലിലങ്ങ് പോകും. നമ്മളെ മറ്റൊരു ചായ വരെ വാങ്ങിക്കൊടുക്കുന്ന സമ്പ്രദായം ഇല്ല. ആർക്കുമില്ല. ടെൻഡർ ഇട്ട് തന്നെ ടെൻഡറിൽ L1, L2, L3 എന്ന് പറയുന്നത് ഇങ്ങനെയുണ്ട്. L1 ലോയസ്റ്റ് റേറ്റ്. ഞാൻ 35 ഇട്ടുന്നാണെങ്കിൽ L1 ആയി. വേറെ 40 ഇട്ട് തന്നെ L2. മൂന്നാമത്തെ പാർട്ടി 45 ഇട്ട L3 ആയി. അപ്പൊ L1 കൊടുക്കും, ഏറ്റവും ലോ ആയിട്ടുള്ളത് കൊടുക്കും. അറിയാൻ പറ്റും. അത് ഞങ്ങൾ സീൽ വെച്ച ടെൻഡറിൽ ഞങ്ങൾ പോവും. ടെൻഡർ തുറക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും റെപ്രസെൻറ്റീവ് ഉണ്ടായിരിക്കും, ഇരിക്കുമ്പോൾ അത് സത്യസന്ധയിൽ തന്നെ അതങ്ങ് പോകും. അതിലൊന്നും മാറ്റങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഓടിയിട്ടുണ്ട്, നഷ്ടത്തിൽ കുറെ ഓടിയിട്ടുണ്ട്. നഷ്ടത്തിൽ ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 8 വണ്ടി ഇന്ന് MMPL എന്ന് പറഞ്ഞ BPCL ഒരു ഇതുണ്ട്, ഡിപ്പാർട്ട്മെന്റ് വേറെ മുംബൈ മൻമാഡ് പൈപ്പ് ലൈൻ. അത് ഭൂമിയിലൂട്ട പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ട് പോയതാണ്. അതിൽ പെട്രോളും ഡീസലെല്ലാം പോകും. ഇവിടെ നിന്ന് ബോംബെയിൽ നിന്ന് മൻമാഡ് അങ്ങോട്ടേക്ക് പോകും, ആ ഭൂമിയുടെ അടിയിലൂട്ടെ. അതിന് ബോംബെ മൻമാഡ് പൈപ്പ് ലൈൻ എന്ന് പറയും, MMPL എന്ന് പറയും. BPCL അത് മരണപ്പെട്ടു. അവരെ റിഫൈനറിൽ നിന്ന് പോകുന്നതാണ്. പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ നാസിക് വഴി മൻമാഡ് ഇന്ദൂർ ഇങ്ങനെ പോകുന്നുണ്ട്. അവർക്ക് ഒരു 8 വണ്ടി സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഒരു വണ്ടിയിൽ 20,000 രൂപ ലോസാണ്. 8 വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ 1,60,000 രൂപ. 18 മാസമായി ഓടുന്നു. 2 കൊല്ലത്തെ ടെൻഡറാണ്. ഇനി 6 മാസം അവർക്ക് അത് ഇത് ചെയ്തു കൊടുക്കണം. അതവള് നൗഷാദിനറിയാം സകരി. അങ്ങനെ പല ടെൻഡറിലും നഷ്ടങ്ങൾ വരും. അതേ പോയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റായി. പിന്നെ ഇവർ ബ്ലാക്ക് ഈ കമ്പനി, ഗവൺമെന്റ് കമ്പനിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർ എല്ലാ കമ്പനിക്കും ഇതാക്കി ഇത് ഇന്നത്തെ ഇത് മെയിലയക്കും. അപ്പം ബ്ലാക്ക് ലിസ്റ്റായി നമുക്ക് രണ്ടാമത് ടെൻഡർ തരില്ല. ആ കമ്പനി നമുക്ക് കയറാൻ കഴിയില്ല. അപ്പം പേര് മാറ്റേണ്ടത്, വീനെ പിടിച്ചിട്ട് വേറൊന്ന് കാക്കേണ്ടത്. പക്ഷെ അത് വേണ്ട. അപ്പം അതുകൊണ്ട് ഞങ്ങളിത് തുടർന്ന് നഷ്ടത്തിൽ പോകുന്നു. നഷ്ടമുണ്ട്, നഷ്ടവും ലാഭം രണ്ടും ഉണ്ട്. അപ്പോൾ ഈ നഷ്ടത്തിലോടുന്നത് അടുത്ത പ്രാവശ്യം ലാഭത്തിൽ പിടിക്കാം എന്നുള്ളൊരു ലക്ഷ്യമാണ്. ഇപ്പോൾ ഈ ഡെയിലിയുള്ള കണക്കുകൾ ഇതെങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? കാരണം ഡെയിലി വരവും ചിലവും ഉണ്ടല്ലോ. ഡെയിലി വരവും ചിലവും പറഞ്ഞാൽ
ഇത് എന്ന് പറഞ്ഞാൽ ഡെയിലി പെട്രോൾ അടിക്കുന്നതിന് പെട്രോളിൻ്റെ ചെക്ക് കൊടുക്കുമ്പോൾ അവർ ബില്ല് തരും. ബില്ല് വരുമ്പോൾ അത് നമ്മൾ കമ്പ്യൂട്ടറിലോ മാനുവലിലോ നോട്ട് ചെയ്താൽ എഴുതി വെച്ച് ഇത്ര ടോട്ടൽ ഇത്ര നമുക്ക് കണക്കാക്കി വരും. അപ്പോൾ വണ്ടി ഇപ്പോൾ ഇന്ന് വിട്ട് ഡ്രൈവറും കൂടെ വണ്ടി പോയി ഫുൾ ഫ്യൂൽ അടിച്ചു കൊടുത്ത്. ഫ്യൂൽ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഡീസൽ അടിച്ചാൽ കൊടുത്തു. അത് നമ്മൾ വെച്ച് ആ വണ്ടിക്ക് രണ്ടാമത് അടിക്കുമ്പോൾ നമ്മൾ എവറേജ് നോക്കി ഡ്രൈവർ കട്ടണോ കട്ടിട്ടില്ലേ അത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അത് ഇന്ന് അടിച്ച വണ്ടി നാളെ വേറെ ഡ്രൈവർ എടുക്കുമ്പോൾ ഞങ്ങൾ അടിച്ചു നോക്കിയിട്ട് നോക്കുന്നുണ്ട്, എവറേജ് നോക്കുന്നുണ്ട്. ഒന്നും പ്രശ്നം വരില്ല. ചില ദിവസം ഡ്രൈവർ കളവ് ചെയ്യും, ടയർ കക്കും. ഉദാഹരണമായിട്ട് ടയർ ഇവര് കുഴപ്പമിട്ട് മോഷ്ടിക്കും, അത് കിട്ടാൻ അവർക്ക് 200 രൂപയാണ്. ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ വേറെ ആകുമ്പോൾ 2000-3000 കൊടുക്കണം. അതെല്ലാം സംഭവിക്കും. ബിസിനസ്സിൽ ഇതെല്ലാം ഉണ്ട്. എല്ലാം കൂടെ ചേർന്നതാണ് ബിസിനസ്. എല്ലാം കൂടി ചേർന്നതാണ് ബിസിനസ്. അതിൽ നമ്മൾ ലാഭം കണ്ടെത്തുക നമ്മുടെ പൂർവ്വ ബുദ്ധിയോടുകൂടി തന്നെ നിന്ന്. അത് പിന്നെ കഴിവില്ലാത്തവരാണെങ്കിൽ അത് പോയി നഷ്ടപ്പെട്ടു പോയി. അതാണ് ഇതിനകത്ത് സത്യസന്ധമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, വളരെ ക്ലീനായിട്ട് വളരെ വളരെ സൂക്ഷിച്ച് എവിടെ പൈസ അല്പം കൂടുതലായിട്ട് പോകുന്നു, എവിടെ അല്പം നമുക്ക് കൂടുതലായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, ചിലവഴിക്കുന്ന മിസ്ലീനിയസ് ആയിട്ട് പോകുന്നു, എങ്ങനെ ഇതെല്ലാം പാകപ്പെടുത്തി വേണം ഒരു ബിസിനസ് കൈകാര്യം ചെയ്യേണ്ടത്. ഇത്രയും ഈ ഒന്നുമില്ലായ്മയിൽ നിന്നിട്ട് വന്നിട്ട് ഇത്രയും വളരെ വളരെ സൂക്ഷിച്ച് പണം കൈകാര്യം ചെയ്യുകയും ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത് ഒരു വലിയ കഴിവ് തന്നെ ഇക്കയിൽ നിന്നും വളരെയേറെ അറിവുകൾ ഒരു 4ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം കൊണ്ട് MBAക്കാർക്ക് പോലും കഴിയാത്ത പാഠവം ആർജിച്ച അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ നമുക്കൊരു വലിയൊരു പാഠമാണ്. ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് എത്ര പേർക്ക് ഇത്തരം മേഖലകളിൽ പടന്നുയരാൻ കഴിയും, അത് നമുക്കും ഒരു യാഥാർത്ഥ്യമായി തീരട്ടെ എന്ന്, നമുക്കും ഇത്തരം മേഖലകളിൽ പടുത്തുയരാൻ കഴിയട്ടെ എന്ന് ആശിക്കാം. പ്രേക്ഷകരോടുള്ള ചോദ്യം ചോദിക്കുകയാണ്. ഇക്കയോട് സംസാരിച്ചതിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ജനാബ് CH മുഹമ്മദ് കോയ ഏത് വർഷത്തിലാണ് കേരള മുഖ്യമന്ത്രി ആയിരുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി. CH മുഹമ്മദ് കോയ ഏത് വർഷത്തിലാണ് കേരള മുഖ്യമന്ത്രി ആയിരുന്നത്? ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.